ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകേണ്ടത്. താമരശ്ശേരി ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരായ സമരം ഗൂഢാലോചനയാണെന്നും നിരോധിത സംഘടനകൾക്ക് പങ്കുണ്ടെന്നും പോലീസ് ഹൈക്കോടതിയിൽ. സമരസമിതി ആയുധങ്ങൾ ശേഖരിച്ചു. കുട്ടികൾ സ്കൂളിലേക്ക് പോകേണ്ടതില്ല എന്ന നിർദ്ദേശം നൽകിയിരുന്നു. അവരെ മറയാക്കി സമരം ചെയ്യാനുള്ള ആസൂത്രണമായിരുന്നു തുടങ്ങി ഫ്രഷ് കട്ട് സമരസമിതിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത്. SDP എന്ന തീവ്ര മതമൗലികവാദ സംഘടന ഫ്രഷ് കട്ട് മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നടത്തിയ അക്രമത്തിനെതിരെ പോലീസ് റിപ്പോർട്ട്. സമരസമിതി ചെയർമാൻ ക്രിമിനലാണെന്നും സമരക്കാർ മാരകായുധങ്ങൾ ശേഖരിച്ചെന്നും കുട്ടികളെ മറയാക്കി സമരം നടത്താൻ ആസൂത്രണം ചെയ്തെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ട്. സമരത്തിൽ ഫാക്ടറി ഉടമകളുടെ ആളുകൾ നുഴഞ്ഞുകയറിയിട്ടുണ്ടെന്നും പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു. 3 ആംബുലൻസുകൾ തയ്യാറാക്കി വെച്ചത് സമരസമിതി അക്രമം ആസൂത്രണം ചെയ്തിരുന്നു എന്നതിന്റെ തെളിവാണെന്നും കുട്ടികൾ സ്കൂളിലേക്ക് പോവേണ്ടതില്ലെന്ന് നിർദ്ദേശം നൽകിയിരുന്നത് അവരെ മറയാക്കി സമരം ചെയ്യാനുള്ള ആസൂത്രണമായിരുന്നെന്നുമാണ് പോലീസിന്റെ ആരോപണം. ക്രിമിനൽ ഗൂഢാലോചന നടത്തിയ ശേഷമുണ്ടായ അക്രമമാണെന്നും തീവയ്പടക്കം നടത്തിയത് ബോധപൂർവമാണെന്നും ഇതിൽ നിരോധിത സംഘടനകളുടെ പങ്ക് അന്വേഷിക്കുകയാണെന്നുമാണ് പോലീസ് പറയുന്നത്. ഫ്രഷ് കട്ട് കേന്ദ്രത്തിനെതിരെ സമരസമിതി കഞ്ഞിവെച്ച് സമരം നടത്തിയിരുന്നു. കഞ്ഞിവെക്കാനുള്ള വിറക് കീറാനെത്തിച്ച കോടാലി ഉൾപ്പെടെയാണ് പോലീസ് മാരകായുധമായി ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. 6 വർഷമായി സമാധാനപരമായി തങ്ങൾ നടത്തിയ സമരം തീവെപ്പിൽ കലാശിച്ചതിനു പിന്നിൽ ഫാക്ടറി ഉടമകളുടെ ആളുകളാണെന്നും ഇതിന് തെളിവായ CCTV ദൃശ്യങ്ങൾ അവർ പുറത്തുവിടാൻ തയ്യാറല്ലെന്നും സമരസമിതി ആരോപിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം പോലീസ് തള്ളുകയാണ്. കഴിഞ്ഞ ദിവസം ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം ഭാഗികമായി പുനരാരംഭിച്ചിരുന്നു. അതേസമയം സമരം വീണ്ടും ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് സമരസമിതി. ആദ്യഘട്ടമായി സമരവേദി കലക്ടറേറ്റിലേക്ക് മാറ്റും. പരിഹാരമായില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യാനാണ് സമരസമിതിയുടെ തീരുമാനം. ജനം, കോഴിക്കോട്.